ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് രീതി തെളിവെടുപ്പിനിടെ ക്രൈംബ്രാഞ്ചിനോട് വിവരിച്ച് ജീവനക്കാരികൾ. QR കോഡിൽ കൃത്രിമം കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പ്രതികൾ വിവരിച്ചു. ആഭരണം വാങ്ങിയ ജ്വല്ലറി, ദിയയുടെ ഫ്ളാറ്റ്, സ്ഥാപനം എന്നിവിടങ്ങളിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. പ്രതികൾ തട്ടിപ്പ് രീതി വിവരിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. ഇതിനകത്ത് എന്ത് ബില്ലടിക്കുന്നു? എല്ലാത്തിനും ബില്ലടിച്ചു. ബില്ലിൽ എന്തൊക്കെ എൻ്റർ ചെയ്യുന്നത് ഒന്നുമില്ല. എങ്ങനെയാണ് പ്രൈസ് വെബ്സൈറ്റ് അവിടെ നിന്ന് അയച്ചു തരും. ഇത് പിന്നെ മറ്റേ സ്കാൻ ചെയ്ത് കാണിക്കുന്നത് അല്ലേ? കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ ബില്ല് ചെയ്യുമ്പോൾ അതിൽ ആഷിൻ ഡിയേഗോ നൽകും വിവരങ്ങൾ. ആഷിൻ, ഈ വാർത്ത വന്ന സമയത്ത് തന്നെ ഒരു ആശയക്കുഴപ്പം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സത്യങ്ങൾ പുറത്തു വരികയായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളതിൽ അതിൽ ഈ തട്ടിപ്പ് രീതി എങ്ങനെയാണെന്നും സംബന്ധിച്ച് ഏറെക്കുറെ വ്യക്തമായിരുന്നു. ഇതിപ്പോൾ പ്രതികൾ തന്നെ കൃത്യമായി വിവരിക്കുന്ന ദൃശ്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്? ഒപ്പം ഈ തെളിവെടുപ്പ് പൂർണ്ണമായോ? കഴിഞ്ഞ ദിവസമാണ് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന 2 പ്രതികളെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുന്നത്. 3 ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ആദ്യം ഈ ദിയയുടെ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് പ്രതികൾ ആഭരണങ്ങൾ വാങ്ങിയ ജ്വല്ലറിയിലും പിന്നീട് ദിയയുടെ ഫ്ളാറ്റിലും സ്ഥാപനത്തിലും എത്തിച്ചുമായിരുന്നു ഈ തെളിവെടുപ്പ് അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൽ എത്തിച്ചപ്പോഴാണ് യാതൊരു വിധത്തിലുമുള്ള ഭാവമാറ്റവും കൂസലുമില്ലാതെ ഈ പ്രതികൾ എങ്ങനെയാണ് ഈ തട്ടിപ്പ് രീതി നടത്തിയത് എന്നുള്ള കാര്യം വിശദീകരിച്ച് നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുകയും ചെയ്തത്. ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം തന്നെ അമ്പരക്കുന്നുണ്ട്. കാരണം ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയിലും ഇവർ തംസപ്പ്, അതായത് വിരലുകൾ ഉയർത്തി അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ അടക്കം കാണിക്കുന്ന രീതിയും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. യാതൊരു വിധത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ലാതെ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇവർ വിവരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു അന്വേഷണ സംഘം. ഇന്നലെയായിരുന്നു ഈ തെളിവെടുപ്പ് നടത്തിയത്. ഇന്നലെ ഇവരെ എത്തിച്ച് ഇത് എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതിന്റെ റീക്രിയേഷൻ ആയിരുന്നു നടന്നിരുന്നത്. അതിൽ QR കോഡ് എങ്ങനെ മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ഈ 2 പ്രതികൾ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ബില്ലിങ്ങിൽ നടത്തിയിട്ടുള്ള കൃത്രിമത്തെക്കുറിച്ചും ഇവർ പറയുന്നുണ്ട്. ഈ ബില്ലിങ്ങിൽ ഇവർ പ്രധാനമായും ചെയ്തിരുന്നത് ബില്ലടിച്ച ശേഷം ഇവർ കസ്റ്റമറിന്റെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഏത് സാധനമാണോ വാങ്ങിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്തിരുന്നില്ല. വില മാത്രം പ്രിന്റ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഇവർക്ക് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ വിറ്റിരുന്നു എന്നുള്ളതിന്റെ തെളിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വലിയ രീതിയിൽ ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവർ അന്വേഷണ സംഘത്തോട് പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണുകയും ചെയ്യാം. ഒരു ഘട്ടത്തിൽ ഇവർ പറയുന്നുണ്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വിവരങ്ങൾ നൽകിയത്.